ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ 15 ബ്രഹ്മോസ് മിസൈലുകൾ വിട്ടു. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഓരോന്നിന്റെ കാര്യത്തിൽ ഈ ക്ലാരിഫിക്കേഷൻ പതുക്കെയാണ് വരുന്നത്. അതെ, ശരിക്കും അതൊരു നല്ലതാണ്. നമ്മൾ ആദ്യമേ എല്ലാം പറയാം, നമുക്ക് മെല്ലെ മെല്ലെ കാര്യങ്ങൾ ഡീറ്റെയിൽ അല്ല, പ്രതിരോധ മന്ത്രി പറഞ്ഞത് തന്നെ കണ്ടത് വെറും ട്രെയിലർ ആണെന്ന്. അതെ, അപ്പോൾ പിക്ചർ അഭി ഭി ബാക്കി ഹേ എന്നാണ്. നമുക്ക് മാധ്യമത്തിലേക്ക് വന്നാൽ എന്തുണ്ട് പ്രധാന മാധ്യമത്തിലേക്ക് മെയിൻ ലീഡ് എന്ന് പറയുന്നത് സ്വാശ്രയ NRI മെഡിക്കൽ കോട്ട കേസിൽ സർക്കാരിന് തിരിച്ചടിയാണ്. കോർപ്പസ് ഫണ്ടിലെ തുക കോളേജുകൾക്ക് എന്നാണ് ലീഡ്. വാർത്ത ഇങ്ങനെയാണ്: കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ NRI കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഫീസിൽ നിന്ന് കേരള സർക്കാർ കോർപ്പസ് ഫണ്ടിലേക്ക് പിടിച്ച തുകയത്രയും മാനേജ്മെൻറ്റുകൾക്ക് 3 മാസത്തിനകം തിരിച്ചു നൽകാൻ സുപ്രീം കോടതി വിധിച്ചു. ദുർബല വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് സബ്സിഡി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ കോർപ്പസ് ഫണ്ട് രൂപീകരിച്ചത്. ഇതാണ് മാധ്യമത്തിന്റെ ലീഡ് വാർത്ത. മറ്റൊരു വാർത്തയുണ്ട്: താലിബാനുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചു. അതെ, അഫ്ഗാനിസ്ഥാനുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ച ഇന്ത്യ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് വലിയ നയതന്ത്ര വിജയമാണ്. കാരണം ഈ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഈ താലിബാൻ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതൊക്കെ വലിയൊരു ഷിഫ്റ്റ് ആയിരുന്നു. ദ ഹിന്ദുവിൽ IMF നിന്ന് കിട്ടുന്ന പണം അത് ഭീകരവാദം വളർത്താനാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതെന്ന രാജ്നാഥ് സിംഗിന്റെ ആ ഒരു പ്രതികരണമാണ് ലീഡായി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടനാടിൽ കോളറ മരണം സംഭവിച്ചതും ഹിന്ദുവിൽ പ്രധാന വാർത്തയായി വരുന്നത്. എനിക്കൊന്ന് മലയാളം പത്രങ്ങളിലേക്കാൾ ഹിന്ദു അത് പ്രാധാന്യത്തോടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക. അതെ അതെ അതെ. അപ്പോ പനിയൊക്കെ വരുമ്പോൾ മരുന്നൊക്കെ വാങ്ങിക്കുക. ഞാൻ എന്തായാലും മരുന്ന് വാങ്ങിച്ച് നിങ്ങൾ പേടിക്കണ്ട.